ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോണ ഒരു ജോർജറ്റ് മെറ്റീരിയൽ. അതിൻ്റെ എന്ന് വെച്ചാൽ ടോപ്പ് മെറ്റീരിയലാണ്. നമുക്ക് ഫ്രോക്കായിട്ടും തയ്ക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ചുരിദാറായിട്ടും ടോപ്പ് മെറ്റീരിയലായിട്ട് ടോപ്പായിട്ടും നമുക്ക് തയ്ക്കാവുന്നതാണ്. രണ്ട് രീതിയിലും അംബ്രല്ല കട്ടായിട്ട് ഫ്ലെയർ ആയിട്ട് അങ്ങനെ ഫ്രോക്ക് പോലെ തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ടോപ്പ് മെറ്റീരിയലാണ് ജോർജറ്റ് ടോപ്പ് മെറ്റീരിയൽ. അതിൻ്റെ അകത്ത് ഫ്രണ്ടിലും അതുപോലെ തന്നെ സ്ലീവിലും നിറച്ച് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്. മിറർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ലേസി കുറച്ച് പെറ്റൽസും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ തയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ട് മിറർ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഒക്കെയാണ് ചോദിച്ചേക്കുന്ന ഡൗട്ട്സ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നത്. അത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്നും മാർക്ക് ചെയ്യേണ്ടത് സ്ലീവ് എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്നും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. അതിന് മുമ്പ് ഞാൻ ആ മെറ്റീരിയൽ കാണിച്ചു തരാം എങ്ങനെയാണ് ഡിസൈനിങ് വന്നേക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടും മാർക്കിംഗ് പോർഷനിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് മെറ്റീരിയൽ ഒന്ന് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ. കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീകോക്ക് ബ്ലൂ കളർ ജോർജറ്റ് മെറ്റീരിയൽ ആണ്. പീകോക്ക് ബ്ലൂ എന്ന് പറഞ്ഞാൽ പീകോക്ക് ബ്ലൂ ഷെയ്ഡിൽ പല ഷെയ്ഡ്സും വരുന്നുണ്ട്. അതിലത്തെ ഒരു ഷെയ്ഡാണ് ഇത്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ മിറർ വർക്ക് വിത്ത് ലേസി ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. പേൾ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത്തിരി വൈഡ് നെക്കായിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. നെക്ക് വൈഡായിട്ടും എന്നിട്ട് നിറച്ചും വർക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിറച്ചും ഫ്രണ്ടിൽ യോക്ക് പോർഷനിൽ ഈ ചെസ്റ്റ് പോർഷൻ ഫുള്ളും വർക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ മൊത്തത്തിൽ 24 മിറേഴ്സ് ആണ് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. 24 മിറേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടം വരെ വയറിൻ്റെ ഇവിടം വരെ ഡിസൈനിങ് വന്നിട്ട് പിന്നെ നമുക്ക് തയ്ക്കുവാണെങ്കിൽ ഫ്രോക്കായിട്ടാണ് തയ്ക്കണമെങ്കിൽ ഫ്രില്ലിട്ട് താഴത്തോട്ട് പ്ലെയിൻ ആയിട്ട് തയ്ച്ച് വെച്ചാൽ മതി. അതല്ല ചുരിദാറായിട്ടാണെങ്കിലും മേലിൽ പോർഷൻ വർക്ക് ഉണ്ടാവും, താഴെ വർക്ക് ഉണ്ടാവില്ല. ആ ഒരു രീതിയിലാണ് ഈ ഒരു പാറ്റേൺ പോണത്. ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇത് സൈഡിൽ സ്ലീവ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇവിടം വരെ എബവ് എൽബോ വരെയുള്ള ഒരു സ്ലീവാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കയ്യിൽ വരുമ്പോൾ ഇതുമാതിരി വരും. സ്ട്രെയിറ്റ് ആയിട്ട് 3 ലൈൻസ് ആയിരിക്കും വരുന്നത്. ഇതുമാതിരി ആയിരിക്കും സ്ലീവിൽ വരുന്നത്, 3 ലൈൻസിൽ മിറർ വർക്കായിട്ട്. അപ്പോൾ ഒരു സ്ലീവിൽ 13 മിറേഴ്സ് ആണ് ഉള്ളത്. 2 സ്ലീവും കൂടി 26 മിറേഴ്സ് ആണ് വന്നത്. ടോട്ടലി 50 മിറർ വർക്ക്സ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ 2 സ്ലീവും ചെസ്റ്റിലും നിറച്ചും മിറർ വർക്ക് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു മിനി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ആക്സസറീസും കൂടെ കുറച്ചും കൂടി ഇടുവാണെങ്കിൽ കുറച്ച് നല്ല ഷൈനിങ് എഫക്റ്റ് ആയിട്ട് ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ നൈറ്റ് പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാവുന്ന ഒരു രീതിയിലുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 2.5 മീറ്ററിൻ്റെ മെറ്റീരിയലാണ്. വീതി ഉള്ളത് കൊണ്ട് ഞെറിഞ്ഞ് നമുക്ക് ഉടുപ്പ് പോലെ തയ്ക്കാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ 2.5 മീറ്ററിൻ്റെ ഈ മെറ്റീരിയലിൽ യോക്ക് പോർഷനിലും സ്ലീവിലുമാണ് വർക്ക് വന്നിരിക്കുന്നത്. ഇത് വരുന്നത് വിത്ത് ലൈനിങ് ആണ്. ലൈനിങ് നല്ല കട്ടിയുള്ള ജോർജറ്റ് മെറ്റീരിയൽ പോലെ എന്ന് വെച്ചാൽ സാറ്റിൻ മെറ്റീരിയൽ പോലെ ഇത്തിരി കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് ഇതിന് വരുന്നത് ലൈനിങ് ആയിട്ട്. അപ്പം ഇത് നല്ലോണം വിടർന്നിരുന്നോളും, തീരെ ഒട്ടിക്കിടക്കത്തില്ല. നല്ല കട്ടിയുള്ള ലൈനിങ് ആണ്. അതും 2.5 മീറ്റർ ആണ് ലൈനിങ് വരുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1450 ആണ്. വിത്ത് ലൈനിങ് 1450 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് അതിൻ്റെ ലൈനിങ് മെറ്റീരിയൽ. സെയിം കളർ തന്നെയാണ്, സെയിം ഷെയ്ഡുള്ള ലൈനിങ് തന്നെയാണ് വരുന്നത്. അപ്പം ഇതും 2.5 മീറ്റർ ആണ്. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഡിസൈനിങ് ചെയ്യേണ്ടത്, എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത് സ്ലീവ് എന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ നമ്മുടെ ജോർജറ്റ് മെറ്റീരിയൽ 2.5 മീറ്റർ നമ്മൾ മടക്കിയിട്ട് ഹാഫ് പോർഷനാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹാഫ് പോർഷൻ അപ്പുറത്തെ സൈഡിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഹാഫ് പോർഷനാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കിടക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. വീതി ഒരു 44-46 ഇഞ്ചൊക്കെയുള്ള മെറ്റീരിയലാണെങ്കിൽ നമുക്ക് സ്ലീവ് ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്യാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമുക്ക് ടോപ്പിനുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ഡ്രസ്സിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാം. ഞാൻ എപ്പോഴും സ്ലീവ് കട്ട് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സിൻ്റെ കൈക്കുഴി വെട്ടുന്നതെന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അവിടെ കട്ട് ചെയ്യുന്ന അവിടെ പോർഷനിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് ഞാൻ സ്ലീവ് എപ്പോഴും എടുക്കുന്നത്. പിന്നെ ഒത്തിരി വണ്ണമുള്ള ആൾക്കാർക്കാണെങ്കിൽ
ഈ രീതിയിൽ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അന്നേരം അവർക്ക് എക്സ്ട്രാ 2.5 മീറ്റർ എന്നുള്ളത് കുറച്ച് കൂടുതൽ എടുത്തിട്ട് വേണമായിരിക്കും സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ചിങ് അറിയില്ലാത്ത ആൾക്കാർക്ക് ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ തന്നെ ഒരു ഡ്രസ്സ് മേലിൽ വെച്ച് അളവെടുക്കണമെന്ന്. ഞാൻ അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ പകുതി, ഈ തുണിയുടെ പകുതി വേണ്ട, എനിക്കധികം വണ്ണമില്ലാത്തത് കൊണ്ട് വീതിയുള്ള മെറ്റീരിയലും ആയതുകൊണ്ട് അതിൻ്റെ സൈഡിൽ വെച്ചാൽ മതി, ഇതുമാതിരി വെച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ സൈഡിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ വെച്ചത് ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങോട്ടേക്ക് തുണിയുണ്ട്, നമുക്ക് സുഖമായിട്ട് തയ്ക്കാം. ഇവിടെ ബാക്കി തുണി ഇങ്ങനെ കിടക്കുന്നുണ്ട്, നമുക്ക് സുഖമായിട്ട് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഞാൻ ഇതിന് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഡെപ്ത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക, ചോക്ക് വെച്ചിട്ട് അതുപോലെ മാർക്ക് ചെയ്യുക. കൈക്കുഴിയാണെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ഇതെല്ലാം നമ്മൾ വേഗമായിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ എംബ്രോയ്ഡറി ചെയ്യേണ്ടത് എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞു വെച്ചാൽ മതിയല്ലോ. അപ്പോൾ കൈയിൻ്റെ കുഴി വെട്ടുന്നത്, ഷോൾഡറിൻ്റെ അവിടെ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. കുറച്ച് വിട്ടിട്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് അടിക്കാനുള്ള സ്ഥലം വിട്ടിട്ട് വേണമല്ലോ, അപ്പോൾ അത് മാർക്ക് ചെയ്യുക. ഷേപ്പ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ വരും, അപ്പോൾ അവിടെ നിർത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും ഇതുപോലെ തന്നെ ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ ഷോൾഡർ മാറ്റിയിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇതായിരിക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ. ഇപ്പം എൻ്റെ ഒരു അളവിൽ ഒരു ഡ്രസ്സ് തയ്ക്കുവാണെങ്കിൽ ഈ ഒരു പോർഷനായിരിക്കും. നമ്മൾ ഇത് വിരിവ് വേണ്ടത് നമ്മൾ ഷോൾഡർ, കഴുത്ത് നമ്മുടെ അളവനുസരിച്ച് നമുക്ക് തയ്ക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു കഴുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ. ഇതൊരു വേഗമായിട്ടുള്ളൊരു ഡ്രോയിങ്ങാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും പോർഷനാണ്, നമ്മുടെ അളവ് നോക്കുവാണെങ്കിൽ ഇത്രയും പോർഷനാണ് നമുക്ക് തയ്ക്കേണ്ടത്. അവിടെ നിന്ന് ഇവിടം വരെയാണ് തയ്ക്കേണ്ടത്, വയറിൻ്റെ അവിടം വരെ എത്തും. ഇനി ഇവിടുത്തെ ബാക്കിയത്തെ പീസ് ഇവിടെ ഇങ്ങനെ ബാക്കി ഇത്രയും ലെങ്ത്ത് കിടക്കുകയാണ്. നമുക്ക് ഇവിടെയാണ് സ്ലീവ് തയ്ക്കേണ്ടത്. അപ്പോൾ സ്ലീവ് വെക്കാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്ലീവ്, ഡ്രസ്സിൻ്റെ സ്ലീവാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ഈ സ്ലീവ് എൽബോയുടെ മേലിൽ വരെയുള്ള സ്ലീവാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ലീവ് അങ്ങനെ വെക്കണമെങ്കിൽ നമ്മുടെ ഡ്രസ്സ് നമുക്ക് സ്വന്തമായി തയ്ക്കുവാണെങ്കിൽ ആ ഡ്രസ്സ് എടുക്കുക, നമ്മുടെ അളവിലത്തെ ഡ്രസ്സ് എടുക്കുക, എന്നിട്ട് സ്ലീവ്, ഇതിപ്പോൾ ഇതാണ് സ്ലീവ് വരുന്നത്. അപ്പോൾ സ്ലീവ് വരുന്നത് നമ്മൾ ഇതുപോലെ വെക്കുക. എന്തോരം ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് ഇവിടെ വെക്കുക. ഇതാണ് നമ്മുടെ ടോപ്പ് എൻഡ്. അപ്പോൾ ആ അളവിൽ കുറച്ചും കൂടെ താഴത്തായിട്ട് വെക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അടിക്കേണ്ട സ്പേസ് വേണമല്ലോ. അപ്പോൾ അത് ഇങ്ങനെ വെക്കുക. ഇത് ഹാഫ് പോർഷനാണ്, സ്ലീവിൻ്റെ ഹാഫ് പോർഷൻ. അപ്പോൾ ഇവിടെ ഇത് എന്തോരം ഇങ്ങോട്ടേക്ക് വേണം അത്രയും തന്നെ അങ്ങോട്ടേക്കും വേണം. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ചേർത്ത് ഇങ്ങോട്ടേക്ക് വെക്കാം, ഇത്രയും ഇത് അടിക്കാനായിട്ട് വെക്കാം. അപ്പോൾ എന്നിട്ട് ഇതുമാതിരി ഇതെന്നുള്ളത് ഇങ്ങനെ താഴത്തോട്ടാണ് ഇതിരിക്കുന്നത്. ഇത് താഴത്തോട്ടല്ല ഇരിക്കേണ്ടത്, നമ്മുടെ മേലിലോട്ടാണ്. ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെയാണ് സ്ലീവ് വരയ്ക്കേണ്ടത്, മേലോട്ട് ഇങ്ങനെ വരുന്നു. പിന്നെ ഇങ്ങനെയായിരിക്കും സ്ലീവിൻ്റെ ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് നോക്കുക, നമുക്ക് എന്തോരമാണ് നമ്മുടെ എൽബോയുടെ ലെങ്ത്ത് നോക്കുക, എൽബോയുടെ മേൽ വരെയുള്ള ലെങ്ത്ത് ടേപ്പ് എടുത്ത് നോക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ മുതൽ ഇത്രയും പോർഷൻ സ്ലീവിൻ്റെ മേലിൽ തയ്ച്ച് പോണത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങോട്ടേക്ക് വർക്ക് ചെയ്യുക. പിന്നെ ഷോൾഡറിൻ്റെ അങ്ങേയറ്റം മുതൽ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുതലേ വർക്ക് ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ 3 ലൈനാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇനി നമ്മുടെ അളവനുസരിച്ച് ടേപ്പ് എടുത്ത് അളവ് നോക്കി മാർക്ക് ചെയ്യുക. ഞാൻ 3 ഇഞ്ച് ഗ്യാപ്പിലാണ് മിറേഴ്സ് വെച്ച് 5 ഇഞ്ച് ഗ്യാപ്പിലാണ് ഇവിടെ ഈ ഇതിൻ്റെ വ്യത്യാസം ഹൈറ്റ് 5 ഇഞ്ചും ഇത് 3 ഇഞ്ചും ഗ്യാപ്പിലാണ് മിറേഴ്സ് വെച്ചിരിക്കുന്നത്. 3 റോയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി മിറേഴ്സ് സ്റ്റിക്ക് ചെയ്യാം. സ്റ്റിക്ക് ചെയ്യാൻ നേരത്തെ ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യാൻ നേരത്തെ അടിയിൽ എന്തെങ്കിലും മെറ്റീരിയൽ വെക്കുക, മെറ്റീരിയലല്ല ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ക്ലോത്തുമായിട്ട് ഇത് ഒട്ടിപ്പിടിക്കും, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചാൽ. അപ്പോൾ അടിയിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് മയമുള്ള എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ ഫ്രെയിം ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലിൽ വെച്ചിട്ട് ഒട്ടിക്കുക.
അപ്പം അത് ഒന്നും പറ്റത്തില്ല. ഫ്രെയിമുള്ള കാരണം പൊങ്ങിയിരിക്കുന്ന കാരണം താഴത്തെ തുണിയായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒട്ടിപ്പിടിക്കത്തില്ല. അപ്പം നമ്മൾ ഈ ഒരു മിററാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്, ആദ്യം തന്നെ തയ്ക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഫ്രെയിം എത്ര വെച്ചാലും ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് വലിയ കുഴപ്പം വരുന്നില്ല. മിറർ വർക്ക് ഇൻഡിവിജ്വൽ വർക്ക്സ് വരുന്ന കാരണം ഇത്തിരി ലൂസായിട്ടിരുന്നാലും വലിയ വൃത്തിയുടെ ചുളിവ് വരുന്നില്ല. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്, ചുളിവ് വരുന്നത്. ഇതിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം തന്നെ ഫ്രെയിം ടൈറ്റായിട്ട് ഇടുക. ഒത്തിരി വലിക്കരുത്, പിഞ്ചിപ്പോകും. ഫ്രെയിം ഇട്ട് കഴിഞ്ഞിട്ട് വലിക്കരുത് ഒത്തിരി. അപ്പോൾ നമ്മൾ ഇവിടെ പേൾ കോട്ടൺ ത്രെഡാട്ടോ ഉപയോഗിക്കുന്നത്. ഞാനത് പറയാൻ വിട്ടുപോയി. ഇതുവരെ പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമ്പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50 ആണ് ഇതിൻ്റെ കളർ. അത് 2 എണ്ണമായിട്ട് എടുത്തിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. നല്ല ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് പ്രൊജക്ഷൻ ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ത്രെഡ് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ തിന്നായി പോകും. അപ്പോൾ ഇത് നമ്മൾ മിറർ വർക്ക് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കുറച്ച് ഉള്ളിലോട്ട്, ഞാൻ ട്രയാങ്കിൾ ഷേപ്പിലാണ്. നമുക്ക് ട്രയാങ്കിൾ വെക്കാം, സ്ക്വയർ വെക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിൻ്റെ ഔട്ടർ ഫ്രെയിം നമുക്ക് തയ്ക്കാവുന്നതാണ്. ഞാനിവിടെ ട്രയാങ്കിൾ ഷേപ്പാണ് തയ്ക്കുന്നത്. അപ്പം ഇവിടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇപ്പോൾ ഇത്ര അങ്ങാലും മിറർ പുറത്ത് വേണം, എന്നാലാണ് നമ്മൾ തയ്ച്ച മിറർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും പുറത്തോട്ട് പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര അങ്ങാലും നമ്മൾ മിറർ പുറത്തോട്ടാക്കിയിട്ട് വേണം ത്രെഡ് ഉള്ളിലോട്ടാക്കി വെക്കാനായിട്ട്. അല്ലെങ്കിൽ തയ്ച്ച് കഴിയുമ്പോൾ സൈഡ് വഴി മിറർ സ്റ്റിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫ്രെയിം, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രയാങ്കിളിൻ്റെ ബേസാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ബേസ് തയ്ക്കാനായിട്ട് ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഈ എൻഡിലോട്ട് നമ്മൾ ചെയ്യുന്നു. ഇനി ഈ പോയിന്റിൽ നിന്ന് മേളിലോട്ട് ഇവിടെ ഇപ്പോൾ ഒരു ട്രയാങ്കിളായി നമ്മുടെ ഫോർമേഷൻ. നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. എന്താ, ഇതൊരു ട്രയാങ്കിളായിട്ടില്ലേ, അതുപോലെ തന്നെ ഒരു ട്രയാങ്കിളും കൂടെ നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബേസ് എവിടെയായിരിക്കും, ടിപ്പ് എവിടെയായിരിക്കും, ആ രീതിയിൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇനി നമ്മൾ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഇവിടെ നിന്ന് തന്നെ നമുക്കങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇത് നടുക്ക് ഈ എല്ലാ ഇതും എടുത്തിട്ട് ത്രെഡിൻ്റെ അടിയിൽ കൂടെ വേണം നമ്മൾ ആ നീഡിൽ പാസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വേണം പാസ് ചെയ്യാൻ. എന്നിട്ട് ത്രെഡ് ഇങ്ങനെ നല്ലോണം വലിക്കുക. എന്നിട്ട് ഇത് പിന്നെ എല്ലാത്തിൻ്റെയും ഈ ഒരു സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് വരണം. ഇപ്പോൾ നമ്മൾ മിറർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടോ, നമ്മുടെ മിറർ എന്തൊക്കെ ചെയ്താലും പുറത്ത് മിററിൻ്റെ പുറം നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിലോട്ട് ഇത് ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ഇതാണ്. അപ്പോൾ അവിടെ നമ്മൾ അവിടെ ആയിട്ട് ജോയിൻ ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട്, ആ ബ്ലാങ്കറ്റിൻ്റെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ നീഡിൽ താത്തുന്നത്. താത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ കൃത്യം സെമി സർക്കിൾ ഹാഫ് പോർഷൻ മുതലാണ് നമ്മൾ പെറ്റൽസ് തയ്ച്ച് തുടങ്ങുന്നത്. അത് ലേസി ഡേസിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്ക്കാവുന്നതാണ്. ലേസി ഡേസി ഇവിടെ തയ്ക്കുകയാണ്. ലേസി ഡേസി ഇങ്ങനെയാണെങ്കിലും തയ്ക്കാവുന്നതാണ്. എന്തോരം അതിങ്ങനെ ലൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്താണെങ്കിലും നമുക്ക് തയ്ക്കാം. അല്ലാണ്ട് കുത്തി മറ്റേപ്പാട് തയ്ക്കുന്ന മാതിരി ആയാലും തയ്ക്കാം. അത് നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലോണം വലിച്ച് അങ്ങനെ പെറ്റൽസ് 7 പെറ്റൽസാണ് ഈ ഒരു ഒരേ മിററിൻ്റെ ഇടയിൽ കൂടെ ഞാൻ തയ്ച്ചിരിക്കുന്നത്.
നമ്മുടെ ഇതനുസരിച്ച് ഈക്വൽ ഡിസ്റ്റൻസിങ് നമുക്ക് കാണുമ്പോൾ ഒരു ഈക്വൽ ഡിസ്റ്റൻസിങ് മനസ്സിലാവില്ല. ആ രീതിയിൽ 3 പെറ്റൽസ് സൈഡിൽ, സെൻറ്ററിൽ ഒരെണ്ണം, പിന്നെ 3 പെറ്റൽസ് വീണ്ടും സൈഡിൽ, അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മൾ ലേസിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളൊരു മിറർ തയ്ച്ചു കഴിഞ്ഞു. ഇത് കുഞ്ഞു മിറർ ആയതുകൊണ്ട് തന്നെ തീരെ കുഞ്ഞതല്ല, ഒരു മീഡിയം സൈസ് മിറർ. അതും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മിറർ വർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കണം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.